കേരളത്തിൽ ഇപ്പോൾ പരക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശബരിമല ക്ഷേത്രത്തിന്റെ നടത്തിപ്പുകാരായിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണ സംവിധാനത്തെക്കുറിച്ചിപ്പോൾ പുതിയൊരു വിവാദം രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി നിയമിക്കപ്പെട്ട ശ്രീ കെ ജയകുമാർ ആ സ്ഥാനത്തിരിക്കാൻ സാങ്കേതികമായും നിയമപരമായും യോഗ്യനല്ല എന്ന് കാണിച്ചുകൊണ്ട് അതിനെതിരായി ഇപ്പോൾ കേരള ഗവൺമെന്റിന്റെ കാർഷിക ഉൽപാദന കമ്മീഷണറായ ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥൻ ഡോക്ടർ ബി അശോക് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. കെ ജയകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സർക്കാർ സർവീസിൽ നിന്ന് ഔദ്യോഗികമായി സാങ്കേതികമായി പിരിഞ്ഞ ഒരു ദേഹമാണ്. അദ്ദേഹത്തെ കാലാകാലങ്ങളിൽ വന്ന സർക്കാരുകൾ ഔദ്യോഗികമായി സേവനത്തിൽ നിന്ന് പിരിഞ്ഞെങ്കിലും പലവിധ നിയോഗങ്ങൾ നൽകിയിട്ടുണ്ട് ഔപചാരികമായി. അങ്ങനെ ഉള്ള ഒരു നിയോഗമായിരുന്നു കഴിഞ്ഞ കുറെ വർഷങ്ങളായി അദ്ദേഹത്തിന് സർവീസിൽ നിന്ന് ഔദ്യോഗികമായി പിരിഞ്ഞെങ്കിലും സർക്കാർ ജീവനക്കാരെ പരിശീലിപ്പിക്കുന്ന ഒരു സ്വയംഭരണ സ്ഥാപനമായ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റിന്റെ ഡയറക്ടറായി നിയമിച്ചത്. IMG എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സ്ഥാപനം ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. പക്ഷേ കേരള സർക്കാരിന്റെ കീഴിലാണ് അത് പ്രവർത്തിക്കുന്നത്. അവിടുത്തെ ജീവനക്കാർ, ഡയറക്ടർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ ഒക്കെ ശമ്പളം പറ്റുന്നത് സർക്കാരിന്റെ ഖജനാവിൽ നിന്നാണ്. അവിടെ നിരന്തരമായി പരിശീലന കോഴ്സുകൾ ഉദ്യോഗസ്ഥന്മാർക്ക്, ജൂനിയർ IAS ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവർക്ക് സർക്കാരിൽ ഉള്ള ഭരണ സംവിധാനത്തെക്കുറിച്ചുള്ള പഠന കളരികളും എങ്ങനെയാണ് ഒരു ഭരണ രംഗത്ത് പ്രവർത്തിക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള പരിശീലനവും ഒക്കെ നടത്തി നൽകുന്നതായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് വളരെ ഭാരിച്ച പൂർണ്ണ സമയ ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ്. ആ ഉത്തരവാദപ്പെട്ട പൂർണ്ണ സമയ ജോലിയിലാണ് ബഹുമാനപ്പെട്ട ശ്രീ കെ ജയകുമാർ IAS റിട്ടയർഡ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആയിരുന്നപ്പോഴാണ് ഈ അടുത്ത കാലത്ത് ശബരിമലയിലെ സ്വർണ മോഷണം സംബന്ധിച്ചുള്ള ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായത്. അവിടുത്തെ ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ആ സ്വർണ മോഷണത്തിൽ പ്രതികളായി ചിലരൊക്കെ ജയിലിലും ചിലരൊക്കെ ജയിലിൽ പോകാനുള്ള തയ്യാറെടുപ്പിലുമാണ്. അത്യന്തം ഗുരുതരമായിട്ടുള്ള ഒരു സ്വർണ കൊള്ളയുടെ കഥയാണിപ്പോൾ കുറെ നാളുകളായി കേരളം എന്നല്ല, ഇന്ത്യ എന്നല്ല, ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശബരിമലയുടെ പൂർണ്ണമായ ഭരണ നിയന്ത്രണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ്. അതിനായിട്ട് എഴുതപ്പെട്ട ധാരാളം ചട്ടങ്ങളും നിയമങ്ങളുമുണ്ട്. മാത്രവുമല്ല, കേരളത്തിലെ സർക്കാരിൽ തന്നെ ദേവസ്വം വകുപ്പിനായി ഒരു മന്ത്രിയുമുണ്ട്. അപ്പോൾ അതിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഒരു മന്ത്രിയുടെ വകുപ്പുകളിൽ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ദേവസ്വം വകുപ്പ്. എന്നാൽ അത് ഒരു സ്വയംഭരണ സ്ഥാപനം എന്ന രീതിയിൽ അതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം കൊടുക്കുന്നത് ഭരിക്കുന്ന ഗവൺമെന്റ് നിയോഗിക്കുന്നതായിട്ടുള്ള ഒരു പ്രസിഡന്റും അതുപോലെ 2 അംഗങ്ങളും ചേർന്നാണ്. ഈ പ്രസിഡന്റ് പ്രധാനമായും ഭരിക്കുന്ന പ്രധാന കക്ഷിയുടെ പ്രതിനിധിയായിരിക്കും. വെറും രാഷ്ട്രീയ പ്രതിനിധിയാണ്. മറ്റു 2 അംഗങ്ങൾ ഘടകകക്ഷികളുടെ പ്രതിനിധികളായിരിക്കും. അങ്ങനെയാണ് കഴിഞ്ഞ 10 വർഷങ്ങളായി പിണറായി സർക്കാരിന്റെ കാലത്ത് CPMന്റെ നേതാക്കന്മാരാണ് പ്രസിഡന്റ് സ്ഥാനത്ത് വരുന്നത്. നിലവിൽ പ്രസിഡന്റ് ആയിരിക്കുന്നത് ഇതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്ന രീതിയിൽ നിയമിക്കപ്പെട്ട ഒരാളായിരുന്നു. അതിന് മുൻപ് പ്രസിഡന്റ് ആയിരുന്നവർ അങ്ങനെ ആയിരുന്നു. മുൻ MLA-മാരായിരുന്നു, മുൻ പഞ്ചായത്ത് പ്രസിഡന്റന്മാരായിരുന്നു. അങ്ങനെ പലതരത്തിൽ CPMന്റെ മുൻനിരയിൽ പ്രവർത്തിച്ച ആളുകളാണ് കഴിഞ്ഞ 10 വർഷങ്ങളായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായും
അംഗങ്ങളായും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ കാലത്താണ്, പ്രത്യേകിച്ച് 2019 മുതലാണ് അവിടെ വലിയ വൻപിച്ച സ്വർണ മോഷണം നടന്നതായി പുറത്തെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു അമ്പല കൊള്ളയാണ് നടന്നിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്വർണപ്പാളികളും സ്വർണമാതിരികളും ഒക്കെ ഒരു ഗൂഢസംഘം അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി ജനകോടികൾ ആദരിക്കുന്ന ഈ ശബരിമല ക്ഷേത്രത്തെ വിരൂപമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാലും അധികപ്പറ്റല്ല. അവിടുത്തെ ഭക്തന്മാരുടെ വികാരമാണ് വ്രണപ്പെട്ടിരിക്കുന്നത്. കോടിക്കണക്കിന് ഭക്തന്മാർ നൽകിയതായിട്ടുള്ള നേർച്ചയും അവരെ ക്ഷേത്രത്തിന് വേണ്ടി, ശബരിമല അയ്യപ്പന് വേണ്ടി നൽകിയതായിട്ടുള്ള അവരുടെ സംഭാവനകളുമെല്ലാം ഇതുപോലെയുള്ള ഒരു ഗൂഢ കൊള്ളസംഘം വെട്ടിച്ചുകൊണ്ടുപോയിരിക്കുന്നു, അടിച്ചു മാറ്റിയിരിക്കുന്നു എന്നത് കേൾക്കുമ്പോൾ ഭക്തരുടെ വികാരം എത്രയേറെ വ്രണപ്പെടുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആ കേസ് ഇപ്പോൾ ഗുരുതരമായ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഇപ്പോൾ അഴിക്കുള്ളിലാണ്. ഇത് കേരളത്തിന്റെ ക്ഷേത്രങ്ങളുടെ ഭരണത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. ഈ 2 മുൻ പ്രസിഡന്റുമാർ അഴിക്കുള്ളിലാകുമ്പോൾ അവർ നിസ്സാരക്കാരല്ല. ആ പ്രസിഡന്റുമാർ രണ്ടും ഇന്ന് കേരളം ഭരിക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻനിര നേതാക്കന്മാരാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ആകുന്നതിന് പ്രത്യേകമായ വിദ്യാഭ്യാസ യോഗ്യതയോ അക്കാദമികമായിട്ടുള്ള മറ്റെന്തെങ്കിലും വിശേഷതകളോ വേണ്ട. ഒരു രാഷ്ട്രീയക്കാരനായാൽ മതി. ഭരണകക്ഷിയായി അടുപ്പമുള്ളവരോ അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു തസ്തികയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും എന്നുള്ളത്. അവർക്കൊക്കെ ഭാരിച്ച ശമ്പളവും ആനുകൂല്യങ്ങളുമാണ് ദേവസ്വം ബോർഡിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സ്വർണ്ണക്കൊള്ള ഉണ്ടായപ്പോൾ, രാജ്യമാകെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ, ഇതിനകത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെടുകയും ഈ സ്വർണ്ണ മോഷണത്തെക്കുറിച്ച് അന്വേഷിക്കാനായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ നിയമിക്കുകയും ആ കമ്മീഷൻ ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. അങ്ങനെ വന്നപ്പോൾ കേരളത്തിന്റെ സർക്കാരിന്റെ മുഖം ആകെ വികൃതമായപ്പോൾ അവരുടെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ നേതാക്കന്മാരെ ഒഴിവാക്കി ഈ IMGയുടെ ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ കെ ജയകുമാറിനെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി നിയമിച്ചു. യഥാർത്ഥത്തിൽ ഇതൊരു മുഖം രക്ഷിക്കാൻ വേണ്ടി നടത്തിയ പിണറായി സർക്കാരിന്റെ ആസൂത്രിതമായ ഒരു നീക്കമായിരുന്നു. കാരണം IAS ഉദ്യോഗസ്ഥൻ ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും ആളല്ല എന്ന് പറയാൻ നല്ല സൗകര്യമുണ്ട്. അദ്ദേഹം ഒരു ഉയർന്ന സീനിയർ IAS ഉദ്യോഗസ്ഥനായി റിട്ടയർ ചെയ്ത ആളാണ്. അദ്ദേഹം ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിനിധിയാണ് എന്ന് പറയാനായി സാധ്യമല്ല. അങ്ങനെ അദ്ദേഹത്തെ പൊടുന്നനവെ പ്രസിഡന്റായി നിയമിക്കുകയും അദ്ദേഹത്തോടൊപ്പം തന്നെ സഖ്യകക്ഷികളിൽപ്പെട്ട ഒരു പാർട്ടിയുടെ ഒരു മുൻ മന്ത്രിയായ പ്രതിനിധിയെയും ഈ ദേവസ്വം ബോർഡിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് നിയോഗിച്ചു. നോക്കണം, ഒരു മുൻ മന്ത്രി ഒരു സാധാരണ അംഗമായി ഒരു മുൻ സീനിയർ ഉദ്യോഗസ്ഥന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ ഇവിടെയൊക്കെ അധികാര സ്ഥാനങ്ങളോടുള്ള ആഭിമുഖ്യവും ആസക്തിയുമാണ് നമ്മൾ കാണേണ്ടത്. അത് കാണാതെ പോകാൻ സാധ്യമല്ല. അപ്പോൾ ഈ 3 പേരുള്ള സമിതിയാണ് ഇപ്പോൾ അവിടുത്തെ ഈ വർഷത്തെ മണ്ഡലപൂജ കാലം ഒക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഒരു പ്രതിസന്ധി വന്നിരിക്കുന്നത്. ശ്രീ കെ ജയകുമാർ അദ്ദേഹം വഹിച്ചുകൊണ്ടിരുന്ന IMG ഡയറക്ടർ എന്ന് പറയുന്ന തസ്തികയിൽ നിന്ന് മാറി നിൽക്കാതെ, രാജിവെക്കാതെ, ചാർജ് മറ്റ് വിടാതെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനമേറ്റത്. ഇതൊരു വലിയ നിയമ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേവസ്വം ബോർഡും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റും ഗവൺമെന്റും സർക്കാരിന്റെ സ്വാധീനമുള്ള സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. മുഴുവൻ സമയവും അതിന്റെ ഭരണരംഗത്ത് ഇരിക്കേണ്ടവരാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും അതോടൊപ്പം IMGയുടെ ഡയറക്ടറും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ചോദ്യം, പൂർണ്ണ സമയ ചുമതലയുള്ള
രണ്ട് തസ്തികകളിൽ എങ്ങനെയാണ് ഒരാൾക്ക് ഒരേ സമയം പ്രവർത്തിക്കാൻ കഴിയുക? ഇത് ഗുരുതരമായിട്ടുള്ള ഒരു നിയമ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കേരള സർക്കാരിൽ ഇപ്പോഴും സേവനമനുഷ്ഠിക്കുന്ന അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷണറായ ഡോക്ടർ ബി അശോക് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ഇപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. കേസ് ഫയലിൽ സ്വീകരിക്കുകയും ശ്രീ കെ ജയകുമാറിനും ഗവൺമെന്റിനും ഇത് സംബന്ധിച്ച് നോട്ടീസ് അയക്കുകയും ചെയ്തിരിക്കുകയാണ്. ജനുവരി മാസം 16 നേരിട്ട് ഹാജരാകണമെന്ന് ഈ ശ്രീ കെ ജയകുമാറിനോടും ബന്ധപ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥരോടുമൊക്കെ കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് മാധ്യമങ്ങളോട് ശ്രീ കെ ജയകുമാർ പ്രതികരിച്ചപ്പോൾ അദ്ദേഹം നൽകിയ വിശദീകരണം ശരിയാണ്, ഞാൻ എൻ്റെ IMG ഡയറക്ടർ തസ്തികയിൽ നിന്ന് ഞാൻ മാറിയിട്ടില്ല, ഇപ്പോഴും ഞാൻ IMGയുടെ ഡയറക്ടറാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഇപ്പോൾ പൂർണ്ണസമയ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാണ്. പക്ഷെ അദ്ദേഹം അതിനെ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ഒരിടത്തു നിന്ന് മാത്രമേ ശമ്പളം പറ്റുന്നുള്ളൂ. അദ്ദേഹം പറയുന്നത്, മാധ്യമങ്ങളോട് ഇന്ന് പറഞ്ഞത്, ഞാൻ ദേവസ്വം ബോർഡിൽ നിന്ന് ശമ്പളം വാങ്ങുന്നില്ല, ഞാനിപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റിന്റെ ഡയറക്ടർ എന്ന രീതിയിൽ എനിക്ക് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന ശമ്പളമാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്തൊരു ധാർമ്മിക പ്രശ്നം കൂടിയുണ്ട്. അദ്ദേഹം IMGയുടെ ഡയറക്ടറായി പൂർണ്ണസമയം പ്രവർത്തിക്കേണ്ടയാൾ അവിടെ ഇരിക്കാതെ, അവിടുത്തെ ഭരണകാര്യങ്ങളിൽ അദ്ദേഹത്തിന് സമയം ചെലവഴിക്കാൻ കഴിയാതെ അദ്ദേഹം എങ്ങനെയാണ് അതിന്റെ ഡയറക്ടർ എന്ന രീതിയിൽ പൊതു ഖജനാവിൽ നിന്ന് ശമ്പളം പറ്റുന്നത്? അതെങ്ങനെ നീതീകരിക്കാനാവും? അദ്ദേഹം ഒരു ഉന്നത സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരിക്കുന്നപ്പോൾ തന്നെ അദ്ദേഹം ആലോചിക്കേണ്ടതായിരുന്നു, കേവലമായി അദ്ദേഹത്തിന് ഒരു പുതിയ നിയോഗം കേരള സർക്കാർ നൽകുമ്പോൾ പഴയ നിയോഗത്തിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കേണ്ടതാണ് പൂർണ്ണമായി. അദ്ദേഹം മാറി നിന്ന് അദ്ദേഹത്തിന്റെ ചുമതല ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചതിന് ശേഷം വേണമായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ. ഒരുപക്ഷെ അദ്ദേഹത്തെ സർക്കാർ നിയമിച്ചപ്പോൾ സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടോ ഓർമ്മക്കുറവ് കൊണ്ടോ കാര്യക്ഷമതയില്ലാത്തത് കൊണ്ടോ അദ്ദേഹത്തോട് ചുമതല അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത ഉദ്യോഗസ്ഥന് കൈമാറണം എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, ഉത്തരവിലുണ്ടാകില്ല. അങ്ങനെ ഉണ്ടാകാതിരുന്നാൽ പോലും ഒരു ഉന്നത സീനിയർ ഉദ്യോഗസ്ഥൻ, ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം സ്വയം ആലോചിച്ച് ഞാനിപ്പോൾ ഇരിക്കുന്ന ചുമതലയിൽ നിന്ന് എന്നെ വിടർത്തണം, ഈ ചുമതല ആരെ ഏൽപ്പിക്കണമെന്ന് നിർദ്ദേശിക്കണം. അങ്ങനെയുള്ള ഒരു നിർദ്ദേശം വാങ്ങിയെടുത്ത് ചുമതല ഔപചാരികമായി അദ്ദേഹത്തിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന് കൊടുത്തതിന് ശേഷം മാത്രമാകണമായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനമേൽക്കാൻ. അപ്പോൾ ഇത് യുക്തിക്ക് നിരക്കുന്ന ഒരു സമീപനമല്ല, വിശദീകരണമല്ല അദ്ദേഹം നൽകിയത് എന്നത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയുടെ ആവശ്യമില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ അശോക് കോടതിയിൽ ചോദ്യം ചെയ്തിരിക്കുന്നത്. ദേവസ്വം ബോർഡ് അവിടുത്തെ പ്രസിഡന്റ് നിയമനം, അംഗങ്ങളുടെ നിയമനമൊക്കെ സംബന്ധിച്ചൊക്കെ ദേവസ്വം നിയമമുണ്ട്, ചട്ടമുണ്ട്, എഴുതപ്പെട്ട നിയമങ്ങളുണ്ട്. അതിലൊന്നും ഇങ്ങനെ മറ്റൊരു സ്വതന്ത്ര സ്ഥാപനത്തിന്റെ ഡയറക്ടറായിരിക്കുന്ന ആള് പാർട്ടിയുമായി ചെയ്യേണ്ട ജോലിയല്ല. ഇതിന്റെ നിയമനത്തെ സംബന്ധിച്ച് കൃത്യമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചട്ടങ്ങളിലുള്ള ചട്ടങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് ഈ ഒരു നിയമനം നടത്തിയത്. അങ്ങനെയാണ് ഇപ്പോൾ പ്രസിഡന്റ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇപ്പോഴത്തെ ആക്ഷേപം. ആ ആക്ഷേപത്തിൽ കഴമ്പുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇതിന് സമാധാനം സർക്കാരാണ് പറയേണ്ടത്. അത് ബഹുമാനപ്പെട്ട കെ ജയകുമാർ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്, ഇത് ഡിഫെൻഡ് ചെയ്യേണ്ടത് ഞാനല്ല, കാരണം സർക്കാരാണ്, എന്നെ നിയമിച്ചത് സർക്കാരാണ്. അതുകൊണ്ട് ഈ കേസിൽ ഞാൻ പ്രതിയാകുന്നെങ്കിൽ എൻ്റെ പ്രതിഭാഗത്ത് നിന്നുകൊണ്ട് എന്നെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം എന്നെ നിയമിച്ച സർക്കാരിനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ തന്ത്രപരമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഇതിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്, അത് ഡോക്ടർ ബി അശോകിന്റെ നിലപാട് ശരിയല്ല, അത് ഞങ്ങൾ അത് നോക്കിക്കൊള്ളാമെന്നുള്ള ഒരു മട്ടിലാണ് മുഖ്യമന്ത്രി ഇതിനോട് പ്രതികരിച്ചത്. ഏതായാലും ഇതിനകത്തൊരു തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു നിയമപ്രശ്നമുണ്ട്, ധാർമ്മികതയുടെ ഒരു പ്രശ്നമുണ്ട്.
ചട്ടങ്ങളുടെ ഒരു പ്രശ്നമുണ്ട്. പൊതുഖജനാവിൽ നിന്ന് പണം പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമുണ്ട്. ഇതൊക്കെ സങ്കീർണമായിരിക്കുന്നു. അതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം താമസിയാതെ ബഹുമാനപ്പെട്ട കോടതി മുൻപാകെ സർക്കാരിന് നൽകേണ്ടതായിട്ട് വരും എന്ന് തന്നെയാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതോടൊപ്പം നമ്മൾ കാണേണ്ടതായ ഒരു കാര്യം, കഴിഞ്ഞ 10 വർഷമായി ഭരണത്തിലിരിക്കുന്ന ഈ പിണറായി സർക്കാർ എത്ര ഏറെ റിട്ടയർ ചെയ്ത ഉയർന്ന ശമ്പളം പറ്റുന്ന IAS ഉദ്യോഗസ്ഥന്മാരെയും IPS ഉദ്യോഗസ്ഥന്മാരെയുമാണ് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ വീണ്ടും നിയമിച്ച് സർക്കാർ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പ്രതിഫലമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. ആരും കേട്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത കുറെ കമ്മീഷനുകൾ, നോളജ് കമ്മീഷൻ, സാക്ഷരതാ മിഷൻ, ലിറ്ററസി കമ്മീഷൻ, ഭാഷാ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമ്മീഷൻ, അസാപ്പ് എന്നൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ തലപ്പത്തിരിക്കുന്ന ആളുകളൊക്കെ റിട്ടയർ ചെയ്ത സീനിയർ IAS ഉദ്യോഗസ്ഥന്മാരാണ്. പഴയ ചീഫ് സെക്രട്ടറിമാർ പോലും ഇപ്പോഴും റിട്ടയർ ചെയ്തിട്ടും ഭാരിച്ച പ്രതിഫലം സർക്കാരിൽ നിന്ന് പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ പണം ആരുടെയാണ്? സാധാരണ നികുതിദായകന്റെ പണം, ഖജനാവിൽ വരുന്ന പണമാണ് ഈ തലത്തിൽ ദുർവ്യയം ചെയ്യുന്നത് എന്നത് നാം കാണാതെ പോകരുത്. വിവരാവകാശ രേഖ പ്രകാരം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ എത്ര സീനിയർ IAS ഉദ്യോഗസ്ഥന്മാർ സർവീസിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം, IPS ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ സർവീസിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം സർക്കാർ സേവനത്തിൽ തുടരുന്നുണ്ട് എന്നത് അറിയേണ്ടിയിരിക്കുന്നു. അവർ പറ്റുന്നതായ പ്രതിഫലത്തിന്റെ കണക്ക് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തണം. നമുക്കറിയാമല്ലോ, കിഫ്ബി വളരെയേറെ കൊട്ടിഘോഷിക്കുന്ന മഹാപ്രസ്ഥാനമായ കിഫ്ബിയുടെ പൂർണ്ണ ചുമതലയിൽ ഒരു റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് ലഭിക്കുന്ന ആനുകൂല്യം എന്തൊക്കെയാണ് എന്നുള്ളത് ഇതിനോടകം തന്നെ പുറത്തു വന്നതാണ്. അതിനെതിരായിട്ടും പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. അതുപോലെ നിരവധി റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥന്മാർ ഭാരിച്ച ശമ്പളം പറ്റുന്നതായ സ്ഥാനത്ത് നിന്ന് മാറിയവർ വീണ്ടും സർക്കാരിന്റെ കനിവനുസരിച്ച് തക്കതായിട്ടുള്ള നല്ല സുഖമുള്ള തസ്തികകളിൽ ഇപ്പോഴും നിർബാധം തുടരുകയാണ്. നികുതിദായകന്റെ പണം ഇതിനു വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസം എത്ര കോടികളാണ് ഇത് ഖജനാവിൽ നിന്ന് ഒഴുകുന്നത് എന്നതിനെ സംബന്ധിച്ച് സർക്കാരിന് പോലും നല്ല നിശ്ചയമുണ്ടോ എന്നറിയുമ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ മരുന്നില്ലാതെ, കിടക്കാനിടമില്ലാതെ രോഗികളായിട്ടുള്ള ആളുകൾ കട്ടിലിനടിയിൽ കിടന്ന് ഇഴയുമ്പോൾ ഇവിടെ ഇതാ 1.10 കോടി രൂപ ചെലവഴിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2 പുതിയ കാറുകൾ വാങ്ങാനായി തയ്യാറെടുക്കുന്നു. എന്തൊരു ക്രൂരമായ വിനോദമാണിത്. സാധാരണക്കാരന്റെ അവസ്ഥയുടെ മുൻപിൽ കണ്ണടയ്ക്കുകയും ധൂർത്ത്, പിൻവാതിൽ നിയമനം, ഇതുപോലെയുള്ള ദുർവ്യയം ഒക്കെ കൊണ്ടുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇതിന് തീർച്ചയായും പൊതുജനത്തോട് മറുപടി പറയേണ്ടതായിട്ട് വരും. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും 4 മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പൊതുസമൂഹം ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പെരുമാറും എന്നാണ് കരുതേണ്ടത്. ഈ തരം ദുർവ്യയവും ഈ ധാരാളിത്വവും അവസാനിപ്പിച്ച് ആശുപത്രികളിൽ മരുന്നും പാവപ്പെട്ടവർ കിടക്കാൻ കിടക്കയും നൽകുവാനുള്ള ഒരു മനുഷ്യത്വപരമായ സമീപനം ഉണ്ടാകണം എന്നാണ് ഈ സമയത്ത് പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്.